This video is sponsored by coronavirus. നിങ്ങൾക്ക് ഇതിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഡ്രോയിങ്സ്, അടിപൊളി ഡ്രോയിങ്സ് അല്ലേ? But these are not drawings, these are good photographs. വെയിറ്റ് ഇൻട്രോ വരാനായിട്ടില്ല, അതിനുള്ള പഞ്ച് ഇതല്ല. ഇതൊരു ആർട്ട് വീഡിയോ ആണോ അതോ ഫോട്ടോഗ്രാഫി വീഡിയോ ആണോ? ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. രണ്ടും ചേർന്നൊരു വീഡിയോ. ഫോട്ടോഗ്രാഫിക്ക് ഡ്രോയിങ്ങിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാറ്റങ്ങളും ഫോട്ടോഗ്രാഫിയിലൂടെ നിങ്ങളുടെ ഡ്രോയിങ് എങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പം മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് റിയൽ ഇൻട്രോ പോയിന്റ്. ലെറ്റ്സ് റോൾ ദ ഇൻട്രോ. വെൽക്കം ബാക്ക് ഗുഡി ബഡീസ്. അപ്പോൾ ഞാനൊരു കുഞ്ഞു കാര്യം ചോദിച്ചോട്ടെ. ഫോട്ടോഗ്രാഫിയും ഡ്രോയിങ്ങും തമ്മിലുള്ള ബേസിക് കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് സോ സിമ്പിൾ. രണ്ടും കലയാണ്. ദാറ്റ് ഈസ് ഫോട്ടോഗ്രാഫി ഈസ് ആൻ ആർട്ട്, ഡ്രോയിങ് ഈസ് ആൻ ആർട്ട്. സോ ഒന്ന് ഉപയോഗിച്ച് മറ്റേനെ വളർത്താനും മറ്റേത് ഉപയോഗിച്ച് ഇതിനെ വളർത്താനും ഷുവർ ആയിട്ട് പറ്റും, ബിക്കോസ് വി ഹാവ് എ ബേസിക് കണക്ഷൻ. സോ ഫോട്ടോഗ്രാഫി മെച്ചപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ഡ്രോയിങ്ങും അതിനോടൊപ്പം എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ വി ഓൾ ടേക്ക് ഫോട്ടോസ് അവർ ഡ്രോയിങ് അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു ചിത്രം വരച്ചാൽ അത് നമ്മളുടെ ഫോൺ ഉപയോഗിച്ച് 2 ഫോട്ടോ എടുക്കാതെ വിടില്ല അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഫോട്ടോ എടുക്കുന്നോ അതേപോലെ ഇരിക്കും നമ്മൾ വരച്ച ഡ്രോയിങ്ങിൻ്റെ ഭംഗി. ഡ്രോയിങ് എത്ര വലിയ ഡ്രോയിങ് ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ എടുക്കുന്ന ഫോട്ടോ ഭംഗി ഇല്ലെന്ന് വെച്ചാൽ ആ ഡ്രോയിങ്ങിൻ്റെ പകുതി വിഷ്വൽ പോലും നമുക്ക് വ്യൂവേഴ്സിന് കാണിക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫോട്ടോ ടു ഫോട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ വരച്ച ഡ്രോയിങ്ങിനെ ഫോട്ടോ എടുക്കുമ്പോൾ ആ ഡ്രോയിങ്ങിന് പറ്റിയിട്ടുള്ള സറൗണ്ടിങ്ങും പറ്റിയിട്ടുള്ള ആംഗിളും ലൈറ്റിംഗ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം ക്ലിയർ ആക്കി വെച്ച ശേഷം മാത്രം ഫോട്ടോ എടുക്കുക. ഇനി നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഈ ഡ്രോയിങ്ങിനെ കട്ട് ചെയ്ത് വേറെ ഏതെങ്കിലും ഫോട്ടോൻ്റെ മേലെ കൊണ്ട് പ്ലേസ് ചെയ്ത് അതിന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അത് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോയിൽ നമ്മൾ മുമ്പിട്ടിട്ടുണ്ട്. ഡു ടേക്ക് എ ലുക്ക്. ഓർ ഈ ഡ്രോയിങ്ങിനെ ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല, ബട്ട് അത് എങ്ങനെ ചെയ്യാമെന്ന് ഇപ്പോൾ പറഞ്ഞു തരാം. ദ ചോയ്സ് ഈസ് യുവേഴ്സ്. യെസ്, ദിസ് ഈസ് അവർ ഡ്രോയിങ്. സോ ഈ ഡ്രോയിങ്ങിൻ്റെയും ഫോട്ടോഗ്രാഫിൻ്റെയും ഗുണം എന്താണെന്ന് അറിയോ? നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എടുത്ത ഈ ഫോട്ടോന് പുറത്ത് ഡിജിറ്റലായിട്ട് വരയ്ക്കാം വിത്തൗട്ട് ഡാമേജിങ് ദ ഒറിജിനൽ ഡ്രോയിങ്. സോ തെറ്റിയാലും കുഴപ്പമില്ലല്ലോ, നമ്മൾ ഫോട്ടോന് പുറത്തല്ലേ വരയ്ക്കുന്നുള്ളൂ, ഡ്രോയിങ്ങിന് പുറത്ത് വരയ്ക്കുന്നില്ലല്ലോ. സോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഈ ഫോട്ടോന് പുറത്ത് ആഡ് ചെയ്ത് നോക്കാം എങ്ങനെ ഭംഗി വരുത്താൻ പറ്റുന്നു. വേണമെങ്കിൽ എന്നിട്ട് നമുക്ക് ഡ്രോയിങ്ങിലേക്ക് മാറ്റാം. നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ഇതിവിടെ ഇട്ടാൽ തെറ്റാവുമോ അല്ലെങ്കിൽ ബോറാവുമോ എന്ന് അറിയാത്ത കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടെ ട്രൈ ചെയ്യാം. യു ക്യാൻ ഈവൻ ഇറേസ് ഇറ്റ്. ഹൗ കൂൾ ഈസ് ഇറ്റ് അല്ലേ? സോ നമ്മുടെ ഫോട്ടോഗ്രാഫിൽ കുറച്ച് റീടച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ ഗുഡ് ഓസം ഔട്ട്പുട്ട്. അപ്പോൾ യെസ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ജസ്റ്റ് ഫോട്ടോഗ്രാഫും ഒരു എഡിറ്റിംഗ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി പറ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഏത് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത്? So this is how photography can make your art better. You can't carry your art wherever you go, but surely you can carry the photograph of it.